എനിക്ക് മറ്റാൾ എന്റെ അടുത്തുള്ള ആള് കൂർക്കമ്പലി കഴിക്കാറ്. ഞാൻ ഉറങ്ങി കുത്തുവാലെടുത്ത് പോയി. ചേട്ടാ ബറോസ് കണ്ടോ? താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ബറോസിനെ പറയുകയാണെങ്കിൽ എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ഹാഫ് വളരെ മോശമാണ്. അത് എവിടെ കോത്താഴത്ത് പറഞ്ഞാ മതി. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സുഖമില്ലാത്ത ആളാ. അത്രയും മോശമാണ്. ഒരുപാട് ലാഗ് ഉണ്ട്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ വല്ല കാണിച്ചു കിട്ടിക്കണം. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. സെക്കൻഡ് ഹാഫ് നല്ലതാണ്. ടെക്നിക്കലി നല്ല ഉഗ്രനാണ്. വിഷ്വലി നല്ലതാണ്. പിന്നെ ആന്റി പെരുമാൻ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. പുള്ളി എന്തോ റോൾ ചെയ്തതിന്റെ ഈ വർഷത്തെ ഓസ്കർ അവാർഡ് കൊടുക്കേണ്ടത് ആന്റി പെരുമാറിനാണ്. ത്രൂ ഔട്ട് സീൻ ഉണ്ടോ? അത്രയും മോശം അഭിനയമാണ്. ഒരു കാരണവശാലും പോലീസിൽ പിടികൊടുക്കരുത്. ഇതാണ് ഏറ്റവും മോശം അഭിനയത്തിന് ഓസ്കർ അവാർഡ് ആന്റി പെരുമാർ കൊടുക്കേണ്ടതാണ്. എന്തിനാ ഇയാൾ ഒരു അന്ധവിശ്വാസമാണ്. ഇയാൾ അഭിനയിച്ച് പടം ഹിറ്റാവും. പടം ഹിറ്റായല്ലോ. ഫാമിലി ഏറ്റെടുത്തല്ലോ. ഫാമിലി മൂവിയാന്ന് പറഞ്ഞു. സിനിമയാണെന്ന് പറഞ്ഞാണല്ലോ ഇറക്കിയത്. അതുകൊണ്ട് മാത്രമായി കാണാനും കുഴപ്പമില്ല. പശ്ചാത്തലം കാണാണെങ്കിൽ പശ്ചാത്തലം ആൾക്കാർ ഇറങ്ങി പോയിക്കോളൂ. അതെന്താടാ മൊശകോടാ, ഞാൻ അത്രയ്ക്ക് അസ്മാദൃശ്യനാണോ? അല്ലെങ്കിൽ നേരിട്ട് സെക്കൻഡ് ഹാഫ് പോയി കാണണല്ലോ. ഫസ്റ്റ് ഹാഫ് ആൾക്കാർ ഇറങ്ങി പോയിക്കോളൂ. ചേട്ടന്റെ അഭിപ്രായത്തിൽ സെക്കൻഡ് ഹാഫ് ആണ് നല്ലത്. പടം ഇറ്റാൻ എനിക്ക് തോന്നുന്നില്ല. പടം ഇറ്റാൻ എനിക്ക് ഒരു രീതിയിലും തോന്നുന്നില്ല. കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. പലരും ഞെട്ടി എന്നാണ് പറയുന്നത്. മലയാളം സിനിമ എന്ന് തോന്നാത്ത രീതിയിലാണ്. കാരണം ജാക്കാജിലിനെ വെട്ടിച്ചല്ലോ. ഞെട്ടിയിട്ടല്ല ഉണ്ട് ആൾക്കാരെ. ആഴ്ചക്കാർ ഞെട്ടല്ലായാലും ആൾക്കാര് ഞെട്ടി കോരിത്തെരിച്ചിരിക്കുകയാണ്. അതുപോലത്തെ പറയട്ടെ, യാതൊരു ഫസ്റ്റ് ടൈം വരുമ്പോ ഇറങ്ങി പോകാൻ വേണ്ടി ഇരുന്നതാണ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ മുഴുവൻ പറ. എനിക്ക് മറ്റാൾ എന്റെ അടുത്തുള്ള ആള് കൂർക്കമ്പലി കഴിക്കാറ്. ഞാൻ ഉറങ്ങി കുത്തുവാലെടുത്ത് പോയി. അതെന്റെ ഹോബിയാ സാറേ. കണ്ണിൽ എത്ര കഷ്ടപ്പെട്ട് വെച്ചിട്ടും തുറക്കാൻ പറ്റില്ല. അതുപോലെ ഉറക്കുമായിരുന്നു. ഞങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല. താങ്കൾ ഇങ്ങനെ ഇരുന്നിട്ട് മലയാള സിനിമയുടെ ആധികാരികത, മലയാള സിനിമയിലെ സംവിധായകരുടെ ഇതുവരെയുള്ള പ്രവർത്തനം അതൊക്കെ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ താങ്കൾ ഇപ്പോൾ ഇത്രയും ദിവസമായല്ലോ, എല്ലാതരം പ്രേക്ഷകരുടെയും പ്രതികരണം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. VFX 3D ഒക്കെ എങ്ങനെയുണ്ട്? അതെല്ലാം ടെക്നിക്കലി സൂപ്പറാണ്. അല്ല, വിഷ്വൽ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഒരു മലയാളം മൂവിയെക്കാട്ടിലും നല്ല ഉണ്ട്. നീതി പുലർത്തിയിട്ടുണ്ട്. ആകെപ്പാടെ ഒരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത്. എന്നാലും പടം വളരെ സീരിയസ് ആയിട്ട് എനിക്ക് കണ്ട കോമഡി ആയി തോന്നി. ഈ പടം ചിരിക്കാൻ പറ്റി. ഉടുപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റു ഞാൻ പറഞ്ഞില്ലെന്ന് വന്ന പടം കമലഹാസൻ ആയിട്ട് എനിക്ക് സൂപ്പർ ആയിട്ട് പോയാൽ മതി. അതെന്താ അങ്ങനെ? കമലഹാസൻ ആയിട്ട് അറിയാം. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ മാത്രം പറഞ്ഞേക്കാം. അല്ല, ഡയറക്ഷൻ മോശമായി എന്നാണ് പറയുന്നത്. മോഹൻലാൽ എവിടെ ഡയറ്റ് എടുക്കണം? സന്തോഷ് ഒരു DK രാജീവ് പോലെ ഡയറ്റ് എടുക്കണേ. മോഹൻലാൽ എവിടെ ഡയറ്റ് എടുക്കണം? എന്നാ